ഈ ആണി വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഗുണം എന്നാ പറയുക, Yezdiയുടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് താക്കോലില്ലെങ്കിലും ആണികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഒറീസ ബെരാംപൂർ എന്ന സ്ഥലത്താണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ വന്നത്. വരാൻ വേണ്ടിയുള്ള 2 കാരണമുണ്ട് കേട്ടോ. ഒന്ന്, എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ രണ്ടാമത് വന്നത് Yezdiയുടെ പേപ്പർ നമുക്ക് ശരിയായിട്ടില്ല. അപ്പം Yezdiയുടെ പേപ്പർ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. വണ്ടി 10 വർഷം മുമ്പ് 2010 ഡാഡി വണ്ടി പണിതായിരുന്നു. അപ്പം പണിത് കഴിഞ്ഞിട്ട് ഡാഡി NOC ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ NOC ഈ 10 വർഷം വരെ NOC ഒന്നും നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്തില്ല. വണ്ടി നമ്മൾ ഡാഡിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വർക്കിനാണ് ഇപ്പം ഞാൻ വന്നത്. ഇപ്പം ഞാൻ പോണത് ഇവിടുത്തെ ഒരു സലൂണിലാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ സലൂണൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ സലൂണിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ, ഇവർ ഹെഡ് മസാജ് ചെയ്യും. ആ ഹെഡ് മസാജ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൈക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ബൈക്കിൻ്റെ അടുത്തെത്തി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പം ഞാൻ അവിടെ വണ്ടി വെച്ചത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ മുതലാളി. ഇത് കുഞ്ഞിപ്പട്ടി ഉണ്ടോ? കണ്ടോ ഓ ആയാലും തൊളയായാലും ഇത് നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളിയാണ് എൻ്റെ എല്ലാം വെൽഡിങ് വർക്ക്ഷോപ്പ്, വെൽഡിങ് കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്യണത്. തല ഗാഡി കൊല്ലോ, അതൊക്കെ അടിക്കുക. ചലോ കൊല്ലോ. വണ്ടി ഗേറ്റിനകത്ത് മുറിക്കകത്ത് പൂട്ടി വെച്ചേക്കും കേട്ടോ. വണ്ടി മുറിക്കകത്താണ് പൂട്ടി വെച്ചേക്കണത്. കാരണം പൊടി അടിക്കാതിരിക്കട്ടെ. തുമ്പ് പിടിച്ച വണ്ടിയാണ്. അടിപൊളി. ഒരു വണ്ടി തൊട്ടിട്ടില്ല. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നോക്കുന്നു താക്കോല്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ താക്കോല് നമ്മൾ നോക്കട്ടെ. ഇതിനകത്ത് ഡിക്കിക്കകത്തൊരു താക്കോൽ ഉണ്ടായിരുന്നു. ബോക്സിനകത്ത് താക്കോൽ ഉണ്ടായിരുന്നു. തുറക്കട്ടെ കേട്ടോ. താക്കോലില്ലല്ലോ. താക്കോലില്ല. ഇനി എന്നെ വഴിയോടെ നോക്കട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഗോറമുണ്ടായി ഒറ്റയ്ക്ക് ഞാൻ താക്കോൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആണി വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഗുണം എന്നാ പറയുക, Yezdiയുടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് താക്കോലില്ലെങ്കിലും ആണികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി സ്ക്രൂ ആണ്. സ്ക്രൂ പറ്റില്ലാത്തതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കട്ടെ. അതുപോലെ നോക്കാം. ഇത് ചെറുതാ. സ്റ്റാർട്ട് ആവുന്ന തോന്നണേ. ഇത് ഇച്ചിരി ജാമായിട്ടാണ് വന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് ആവുന്ന ഫീൽ ചെയ്യണേ.
കറണ്ട് വരുന്നില്ല. കറണ്ട് വരുന്നുണ്ട്. ഞാണെങ്കിൽ പോയിന്റ് സെറ്റ് കറണ്ട് വരുന്നുണ്ട്. അപ്പം ഇനി സ്റ്റാർട്ട് ആകുമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തീരെ ନାଇଁ ଅଛି, ଠିକ୍ ଅଛି, ଠିକ୍ ଅଛି, ଚାବି ଠିକ୍ ଅଛି. ଗଲା ନିଆଁ ଭଳିଆ ବାହାରୁଛି. ହଁ 500 ପରେ କ'ଣ ବାହାରୁଛି? ହଁ ମାସ ହେଲାଣି. ଚାଲିବ ନା ବନ୍ଦ ହଁ ଫ୍ୟାନ୍ ഒന്ന് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ. പ്ലഗ് പോയിന്റ് സെറ്റ് കുഴപ്പമില്ല, പോയിന്റിൻ്റെ കറണ്ടൊക്കെ വരുന്നുണ്ട്. പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഭയങ്കര ചൂടാണ്. പിള്ളേരുണ്ട്, അത് ഫാൻ കൊണ്ട് വെച്ചേക്കണം. നോക്കിയേ, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ പ്ലഗ് ക്ലീൻ ചെയ്ത് പിടിപ്പിച്ചു. ഇനി സ്റ്റാർട്ട് ആവുമെന്ന് നോക്കാം നമുക്ക്. ഇതെല്ലാം എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കൊതി തീരുന്നില്ല. ഞാൻ ഒന്നുകൂടെ ശബ്ദം കേൾക്കാൻ വേണ്ടി വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതുകൊണ്ടാണ് സ്റ്റാർട്ടാക്കി. ഞാൻ ഈ പരിപാടി നേരത്തെ മുതലേ, ഞാൻ ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോൾ മുതലേ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതൊക്കെ ഞാനിങ്ങനെയാണ്. അപ്പൻ എന്നാ ചെയ്യുന്നത്, അപ്പൻ ഈ താക്കോൽ ഒളിപ്പിച്ച് വെക്കും. അപ്പൻ ഈ വണ്ടി ഓടിക്കാതിരിക്കാൻ താക്കോൽ ഒളിപ്പിച്ച് വെക്കും. ഞാൻ അതിൻ്റെ പോംവഴി കണ്ടുപിടിക്കും. ഞാൻ അതിൻ്റെ വേറെ വഴി കണ്ടുപിടിക്കും. അന്ന് ചെറുപ്പത്തിൽ കണ്ടുപിടിച്ച വഴിയാണ് ആണിയും കൊണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടോ സ്ക്രൂ കൊണ്ട് ചെയ്യണം. നേരത്തേക്ക് 2 ഇഞ്ചിനെ ആണിയും കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സക്സസ് ആയി, സന്തോഷമായി. സ്റ്റാർട്ട് ആകാത്തതുകൊണ്ട് ഇച്ചിരി വിഷമമായിരുന്നു. സ്റ്റാർട്ടായപ്പോൾ നമുക്ക് സന്തോഷമായി. गाड़ी चेंज की चाहो इन दे रहे हो खाली रोंगा हो निकला हो अल्लाह बाकी जमाने आले उठा के सर हम जल्दी कर रहे हैं ठीक है नीचे दा नो वीडियो टेल आराम होता है. അങ്ങനെ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി വീണ്ടും ഞാൻ തുടച്ച് ക്ലീനാക്കി ഞാൻ വെച്ചു. കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ ഓലാനെക്കുറിച്ച് കമൻസൊക്കെ വന്നായിരുന്നല്ലോ. അപ്പം ചില കമൻസ് വന്നേക്കണത് വണ്ടി മോശമാണ്, വണ്ടി കത്തിപ്പോവും, വണ്ടി സൂക്ഷിക്കണം, വണ്ടി ചാർജ് ചെയ്ത് വെച്ചാൽ കത്തിപ്പോവും എന്നൊക്കെ പറയണത്. ഇങ്ങനെ ഓലാനെക്കുറിച്ച് പറഞ്ഞ് 1-2 ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. 4 ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് വണ്ടി കത്തിപ്പോണത്, അത് പൂനെ വെച്ച് കത്തിപ്പോയത്. രണ്ടാമത്തത് തമിഴ്നാട്ടിൽ വെച്ച് ഒരാൾ വണ്ടി പെട്രോൾ ഇട്ട് കത്തിച്ചത്, ഒരു ഡോക്ടർ പെട്രോൾ ഇട്ട് കത്തിച്ചത്. പിന്നെ ഒരാൾ വണ്ടീനെ കഴുതയും കൊണ്ടിട്ട് വലിപ്പിക്കണത്. പിന്നെ നീല കളർ ഓല
അവർ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വേറെ ഏതോ വണ്ടിയായിട്ട് ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിയുടെ ഷോക്കോസറൊക്കെ ഒടിഞ്ഞു പോകുന്നത്. അങ്ങനെ 3-4 കേസസാണ് വന്നേക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ആ വണ്ടീനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വണ്ടി എടുത്തത് ഒത്തിരി ആഗ്രഹം കൊണ്ട് ഞാൻ വണ്ടി എടുത്തതാണ്. 8-9 മാസം ഞാൻ കാത്തിരുന്ന വണ്ടി എടുത്തതാണ്. എനിക്ക് ആ വണ്ടി ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ വണ്ടിയുടെ ആ സ്പെസിഫിക്കേഷൻസും പിന്നെ വണ്ടി കാണാൻ വേണ്ടി ഒരു ലുക്കാണല്ലോ, അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി എടുത്തത്. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ആ വണ്ടി ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ആ വണ്ടിക്കകത്ത് ഒരു ഡിഫക്റ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പാണ്, ഒരു ഓല എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പാണ്. അത് ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നത്. പക്ഷേ അപ്പോൾ എന്നാലും എൻ്റെ വണ്ടിനെ കുറിച്ച് പറയുന്നത് എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സിറ്റി കമ്മ്യൂട്ടിന് വേണ്ടി, സിറ്റിക്കകത്ത് പോകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടിയൊക്കെയാണ് കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് പെട്രോൾ വണ്ടി പോലെ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർക്കോ അല്ലെങ്കിൽ തൊടുപുഴയിൽ തൃശ്ശൂർക്കും തൊടുപുഴയിൽ നിന്ന് കോട്ടയത്തൊക്കെ പോയിട്ട് ഒന്നും ചിലപ്പം വരാൻ പറ്റില്ലായിരിക്കും. അതൊക്കെ പെട്രോൾ വണ്ടിക്കല്ലേ സാധിക്കുകയുള്ളൂ. അപ്പം അത്രയും നമ്മുടെ ബാറ്ററി ടെക്നോളജി അത്രയും അഡ്വാൻസ് ആയിട്ടില്ല. അപ്പം സിറ്റി കമ്മ്യൂട്ടിന് വേണ്ടി പറ്റിയ വണ്ടിയാണ്. അപ്പം വേറെ എന്നാ പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ വീണ്ടും ഓലാടെ 1-2 വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. 2 പേര് വെച്ച് കയറ്റം വലിക്കുമില്ലെന്ന് കാണാൻ വേണ്ടി. നല്ല കയറ്റം ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അതൊക്കെ കയറുമില്ലെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം എന്നാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. അപ്പം എല്ലാവരും കമൻറ്റ് ഇടണം, പിന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.